വർക്കൗട്ടായി. ബിപിൻ സാറിന് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റി. രണ്ടുപേരും നന്നായിട്ട് ചെയ്തു. ബിപിൻ സാറിന് എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് വർക്കൗട്ടായി. താങ്ക് യു. നന്നായിട്ടുണ്ടായി. ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ്. ഫസ്റ്റ് ഹാഫ് ഒന്നും പറയാനില്ല, നല്ല കോമഡിയാണ്, നന്നായിട്ട് വർക്കൗട്ടായി. നമ്മളെങ്ങനെയാണോ സിനിമ കാണാനുള്ള ഒരു മൂഡ്, ഈ സിനിമ ഗുരുവായൂരമ്പലം പറയുന്ന സിനിമ 100% നീതി പുലർത്തിയെന്നുള്ളതാണ് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതിൽ ബേസിൽ ചേട്ടനാണെങ്കിലും വേറൊരു പരിപാടിയാണ്, ജയ വേറൊരു പരിപാടിയാണ്. രണ്ട് എക്സ്റ്റൈലിൽ വ്യത്യാസമുള്ള സിനിമയാണ്. പക്ഷേ ഇവർ രണ്ടാളും ആ പെർഫോമൻസ് ഉണ്ടല്ലോ, ഇവർ രണ്ടാളും ആദ്യമായിട്ടല്ലോ ആ ഒരു കോംബോ വരുന്നത്. ആ കോംബോ വളരെ വർക്കൗട്ടായിട്ട് സാറ് ഡയറക്ടർ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അത് പ്രേക്ഷകരായിട്ട് നമ്മളിരുന്ന് ഓഡിയൻസിനായിട്ട് നമ്മളിന്ന് പടം കാണുമ്പോൾ അത് എല്ലാവരും അത് എൻഗേജ് ചെയ്യുന്നുണ്ട്. വളരെ കോമഡി ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഭയങ്കര ടൈമിങ്ങോട് കൂടി ചെയ്ത് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ എൻജോയ് ചെയ്ത പോലെ നല്ല സിനിമ ഇന്നിപ്പോൾ പ്രേക്ഷകർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ആൾക്കാർ കണ്ട് കൈകെട്ടി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം മലയാള സിനിമ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല. ജനങ്ങൾ ഈ പറഞ്ഞ നല്ലതാണെങ്കിൽ എങ്ങനെയാലും അതിപ്പോൾ ഈ വലിയ കോക്കായാലും കോഴിയാലും പണ്ടൊന്നും കാര്യമില്ല. ജനങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജനങ്ങൾ പോയി പടം കണ്ടിരുന്നു. ഫുൾ കയ്യടിയായിരുന്നു. പിന്നെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡയറക്ടർ ഹാറ്റ്സ് ഓഫ്, രക്ഷയില്ല. കോമഡി പടം എന്ന് പറഞ്ഞാൽ ഇതാണ് കോമഡി പടം. സിറ്റുവേഷൻ കോമഡി എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ എടുക്കാം. രണ്ട് കുറേ പേര് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഫുൾ ആ ഫ്ലോയ്ക്ക് ഫുൾ ചിരിയായിരുന്നു. കാര്യമൊക്കെ സെറ്റാണെന്ന് പറയേണ്ടത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അത്ര അടിപൊളി സെറ്റും കാര്യങ്ങളും. എന്താ പറയാ, കുറെ നാൾക്ക് ശേഷം കുറെ ചിരിച്ച് ഫുൾ കയ്യടിയും വെള്ളമായിരുന്നു. കുറെ ഗൂസ് ബംസ് ഒക്കെ ഉണ്ട്. ഒരു നിമിഷം പോലും ചിരി നിർത്തിയിട്ടില്ല. പിന്നെ ഫുൾ കയ്യടി. 2 വയസ്സ് കുറയുന്നത്, പക്ഷെ പൃഥ്വിരാജിന്റെ അഴിഞ്ഞാട്ടോള്. എല്ലാവരും പടം കാണാൻ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉത്സവം കണ്ടിറങ്ങിയ പ്രതീതി, നല്ലൊരു വൈബ്, നല്ലൊരു എനർജി, നല്ലൊരു എന്റർടൈനർ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതായത് ഒരു കോമഡി എന്റർടൈൻമെന്റ് നല്ല രസമായിട്ട് നമുക്കിത് കാണാം. അത് ലാഭമൊന്നും ഫീൽ ചെയ്തില്ല. ലാഭം സംഭവമില്ല. അത് ആയിട്ട് കോമഡിയാണ്. അതായത് പൃഥ്വിരാജിന്റെ സ്ഥിരം റോള് പോലെ ആണെങ്കിലും പക്ഷെ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. ഏതായാലും